ആമേൻ. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതി വരികയില്ല. കർത്തருக்கு എவ்வளவு നന്ദി சொன்னாலும் போதாது. നാം ഒരുമനപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് കർത്തരുടെ നാമത്തിൽ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നാം ജപിப்போம். ഇന്ന് പകല് നഷ്ടപ്പെട്ടത് തിരിച്ചു തരുവാൻ ശക്തനായ ദൈവം. ഇന്ന് പകൽ വേള നഷ്ടപ്പെട്ടു പോയത് ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ലഭിക്കാത്തത് ഇന്ന് പകല് ഹല്ലേലൂയ സർവശക്തനായ ദൈവം ഇന്ന് പകല് നമ്മുടെ മുമ്പിൽ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് കഴിയാത്തതില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തടഞ്ഞു വെച്ചിരിക്കുന്നതും അവകാശം പറഞ്ഞതും തരുത്തില്ലെന്ന് പറഞ്ഞതും ഇന്ന് പകല് യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടുകയാ. നഷ്ടപ്പെട്ടു പോയതും തടഞ്ഞു വെച്ചതും തരുത്തില്ലെന്ന് പറയുന്നതാണ് ഇന്ന് പകല് ദൈവം നമുക്ക് തരാൻ പോകുന്നത്. നഷ്ടമാനതും തരുവതില്ല എന്ന് சொல்லுகிறதான சவால்களுக்கு முன்பதாக கர்த்தர் திரும்பி நமக்கு தருவார் என்றுதான் வார்த்தைதான் சொல்ல போகிறேன். எத்தனை பேருக்கு വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ ജപം ചെയ്യുമ്പോൾ, ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ, ബലത്തോടെ ജപം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ ടെൻഷൻ എന്തും വരട്ടെ, ടെൻഷൻ വരലാം, പ്രതികൂലങ്ങൾ വരട്ടെ, പ്രശ്നങ്ങൾ വരലാം, ഹല്ലേലൂയ മണലിന്മേൽ പണിഞ്ഞ വീടുകളുണ്ട്, മണലിന്മേൽ കട്ടിനതാണ് വീടുകളുണ്ട്, ഹല്ലേലൂയ പാറമേൽ പണിഞ്ഞ വീടുകളുണ്ട്, പാറയിന്മേൽ കട്ടിനതാണ് വീടുകളുണ്ട്. എന്നാൽ കാറ്റും മഴയും വെള്ളവും അടിക്കുമ്പോൾ, കാറ്റും ഹല്ലേലൂയ മണലിന്മേൽ പണിഞ്ഞ വീടുകൾ ഹല്ലേലൂയ തകർന്നു പോകുവാനിടയാകും. ഹല്ലേലൂയ നിന്റെ ഉള്ളറയിൽ പണിഞ്ഞതോ, ഹല്ലേലൂയ തിരുവചനത്തിന്റെ പാറയിട്ട് പണിഞ്ഞതോ, ഹല്ലേലൂയ വചനം കൊണ്ട് പണിഞ്ഞതോ, ഹല്ലേലൂയ ആത്മധൈര്യം കൊണ്ട് പണിഞ്ഞതോ, ഹല്ലേലൂയ ദൈവീയ സ്നേഹം കൊണ്ട് പണിഞ്ഞതോ, ഹല്ലേലൂയ ദൈവത്തിന്റെ ആഴങ്ങളിൽ പണിഞ്ഞതോ, ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയത്തില്ല എന്നുള്ളത് ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്. ആവിയാണത് சொல்லுகிறார். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സന്തോഷത്തോടെ വേണം ഇന്ന് പകൽ നമ്മുടെ ഭവനങ്ങളിൽ മടങ്ങാൻ. നാം തിരുമ്പി പോകുമ്പോൾ സന്തോഷത്തോടെ താൻ കടമ്പി പോക വേണ്ടും. ഇത് മാത്രമല്ല, ഇങ്ങ മാത്രമല്ല, എല്ലാ ഞായറാഴ്ചകളിലും, എല്ലാ ഞായറാഴ്ചകളിലും, എല്ലാ പ്രയറുകളിലും, എല്ലാ ജപങ്ങളിലും, ഹല്ലേലൂയ ഫാസ്റ്റിംഗുകളിലും, ഉപവാസങ്ങളിലും, ഹല്ലേലൂയ സന്തോഷത്തോടെ വേണം മടങ്ങി പോകുക. സന്തോഷത്തോടെ നാം തിരുമ്പി പോക. ദൈവം നമ്മെ കൈവിടത്തില്ല. കർത്തൻ നമ്മളെ കൈവിടുവതില്ല. ഹല്ലേലൂയ. ദൈവം നിന്നെ കൈവിടുന്നില്ല. ദൈവം നിങ്ങളെ കൈവിടുവതില്ല. ഹല്ലേലൂയ. 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 ഓ ശഗര രബനധിയാര ഘടകസ്യ. പ്രാണന് വില പറഞ്ഞ മണ്ഡലങ്ങളുണ്ടോ? നീ ഇവിടെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞ മണ്ഡലങ്ങളുണ്ടോ? ഇവിടെ നിന്റെ ഇരുത്തത്തില്ലെന്ന് പറഞ്ഞ ശക്തികളുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ ശക്തി ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, പാറകൾ തകരുന്നത് പോലെ ഓ ശകരഗതിരികടകസിയാരാധിയ ഹല്ലേലൂയ അവന്റെ അവകാശങ്ങൾ ഇന്ന് പകൽക്കാലം പൊളിഞ്ഞു മാറുകയാ. ഉനക്ക് വിരോധമായി ശത്രു എഴുമ്പുகிறதான സവാലുകളെ കർത്തർ നിർമൂലമാക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിപ്പിച്ച്, നിങ്ങൾ വിശ്വാസത്തെ അധികപ്പെടുത്തി, ഹല്ലേലൂയ പ്രാർത്ഥനയിൽ മുന്നേറി, ജപത്തിലെ മുന്നേറി, ഹല്ലേലൂയ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ, നാം മുന്നേറി ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ മാറുവാനിടയായി. നമുക്ക് മുമ്പ് ഇരിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങളെയും കർത്തർ മാറ്റുகிறவராக. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ, ജപം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരും, പ്രശ്നങ്ങൾ അധികരിക്കും. ബൈബിൾ വായിക്കുമ്പോൾ, വചനങ്ങൾ വാസിക്കുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരും, പ്രശ്നങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവർ നമ്മളെ ചോദ്യം ചെയ്യും, മറ്റവர்கள் കേൾവി കേൾപ്പാர்கள். ഹല്ലേലൂയ. ആമേൻ. എന്നാലും നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ, വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ, സ്വർഗ്ഗീയ കാഴ്ചപ്പാടുകളെ നഷ്ടപ്പെടുത്താതെ, ദർശനത്തെ നഷ്ടപ്പെടുത്താതെ, വിശുദ്ധിയെ നഷ്ടപ്പെടുത്താതെ, ന്യായപ്രമാണത്തിൽ മാത്രം നിന്നുകൊണ്ട്, ദേവനുടെ വചനത്തിൽ ന്യായപ്രമാണത്തിന്റെ ശക്തിയെ കാണുവാൻ, ദേവനുടെ വചനത്തിൻ വല്ലമയെ ഹല്ലേലൂയ. നീ വാ തുറക്കുമ്പോൾ തന്നെ, നീ വായ തുറക്കുമ്പോൾ തന്നെ ശത്രു നിന്നെ ഭയപ്പെടുകയാ. പിശാചാനവൻ ഭയപ്പെടുവാ. നീ അന്യഭാഷ പറയുമ്പോൾ അവൻ വിറയ്ക്കുകയാ. നിന്റെ ബ്ലഡുകളിനകത്ത് ദൈവശക്തി വ്യാപരിക്കുകയാ. നിന്റെ അസ്ഥിയിൽ ദൈവശക്തി വ്യാപരിക്കുകയാ. വ്യാപാരങ്ങൾ, ദൂട്ടന്റെ അധികാരങ്ങൾ പൊട്ടിമാറുകയാ. പിശാചിന്റെ അധികാരങ്ങൾ ഉടയ്ക്കപ്പെടുகிறது. ഹല്ലേലൂയ. ആമേൻ. ദൈവം ആഗ്രഹിക്കുന്നത്, ദേവൻ ആശപ്പെടുகிறது, നാം ശോഭിക്കപ്പെടുവാൻ, നാം വളര വേണ്ടും, നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നാം ആശീർവദിക്കപ്പെട വേണ്ടും, നാം ആഗ്രഹിക്കുന്ന, നാം നനയ്ക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്ന, നാം ജപിക്കുന്നത്, ആ വിഷയത്തിന്റെ എല്ലാ വിഷയങ്ങൾ മേലെ മറുപടി നമുക്ക് ലഭിക്കാനിടയായി നമുക്ക് ബദലുണ്ടാക വേണ്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 2 രാജാക്കന്മാരുടെ പുസ്തകം, 2 രാജാക്കളിൻ പുസ്തകം
6-ാം അധ്യായം 6-ാം അധികാരം അതിന്റെ 1. അതിലൂടെ 1-ാം വാക്യം. പ്രവാചക ശിഷ്യന്മാർ എലീശയോട് പോകുവിനെന്ന് അവൻ പറഞ്ഞു. തമിഴിൽ പഠിക്കില്ലേ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വായിച്ച വചനത്തിൽ നമുക്ക് മനസ്സിലായത് അവർക്ക് വിശാലതയ്ക്ക് വേണ്ടി, ഒരു ഭവനത്തിൻ്റെ പണിക്ക് വേണ്ടി ഓരോരുത്തന് ഭവനം ആവശ്യമാണ്. അതുകൊണ്ട് അവർ കടന്നു പോകുമ്പോൾ അവരുടെ കൂടെയുള്ള പ്രവാചകനെയും കൂടെ ആ ദൈവദാസനെയും കൂടെ അവർ സ്വത്രം കൂട്ടുകയാണ്. സ്വത്രം ഇങ്ങനെയാണ് പറയുന്നത്, യജമാനനെ ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം തീരെ ഇടുക്കവും ഞെരുക്കവുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിശാലത വേണം. இங்க பாருங்கள், அவர்கள் இப்ப கூட இருக்கிறதான தீர்க்கதரிசியை நோக்கி இந்த ஜனங்கள் சொல்லுகிறார்கள், நாங்கள் தங்குறதான இடம் மிகவும் நெருங்கினதான இடம், ஆனால் படினால் எங்களுக்கு ஒரு பெரியதான இடம் தேவை, ഞങ്ങൾക്കൊരു വിശാലത വേണം, எங்களுக்கு விசாலமான இடம். ഞങ്ങൾ അതുകൊണ്ട് യോർദാനിലേക്ക് പോകുന്നു. ஆகையினால் நாங்கள் யோர்தானுக்கு போகிறோம். ഞങ്ങൾ യോർദാനിലേക്ക് പോകുമ്പോൾ യജമാനനെ അടിയങ്ങളോടുകൂടെ പോരേണമേ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ്. நாங்கள் யோர்தானுக்கு போகும்போது நீங்களும் எங்களோடு கூட வாரும் என்று சொல்லி தீர்க்கதரிசி அழைக்கிறார்கள். ഇന്ന് പകൽക്കാലം, இந்த பகல் வேளையில், ഈ വിശുദ്ധ പകൽക്കാലം, இந்த பரிசுத்த நாளிலே ഹല്ലേലൂയ, നാം പോകുന്ന ഇടത്ത്, നാം പോകുന്നതാന ഇടങ്ങളിൽ, നാം പോകുന്ന സ്ഥലങ്ങളിൽ, നാം പോകുന്നതാന ഇടങ്ങളിൽ, ഹല്ലേലൂയ, നാം സഞ്ചരിക്കുന്ന മേഖലകളിൽ, നാം യാത്ര ചെയ്യുന്നതാന പ്രയാണം നാം വാഹനം ഓടിക്കുന്ന മേഖലകളിൽ, വണ്ടികളെ ഓട്ടുகிறதான ഇടങ്ങളിൽ, ഹല്ലേലൂയ, ദൈവത്തെ കൂട്ടാൻ, ദേവനെ ചേർത്തുകൊണ്ട്, ഹല്ലേലൂയ, കൂട്ടാൻ തയ്യാറാകുന്നെങ്കിൽ നാം ദേവനെ ചേർത്തുകൊണ്ട് சொல்லுவது, നമ്മുടെ ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും മാറ്റുവാൻ അവൻ ശക്തനായ ദൈവമാണ്. നാം കർത്തരെ ചേർത്തുകൊണ്ട് പോവதற்கு തയ്യാറാണ്. നല്ല പ്രവാചകനെയാണ് നാം കണ്ടത്. நல்ல தீர்க்கதரிசியை பார்க்கிறோம். നല്ല വെളിപ്പാടുള്ള, ഒരു കാഴ്ചപ്പാടുള്ള, നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന, നമ്മെ വഴി നടത്തുന്ന നല്ല ഒരു അപ്പനെയാണ് നാം കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമുക്ക് நல்லபடியாக ஆலோசனை சொல்லி நமக்கு அறிவை சொல்லுகிறதான தகப்பனை தான் அழைத்து செல்கிறோம். ഒരു വിശാലതയ്ക്ക് വേണ്ടി, ഒരു വിശാലத்திற்காக, നമുക്കറിയില്ലാത്തത് പറഞ്ഞു തരുവാൻ, നമുക്ക് தெரியாததை சொல்லி தரும்படியாக, നമുക്ക് നഷ്ടപ്പെട്ടത് മടക്കി തരുവാൻ, നമുക്ക് നഷ്ടമാனதை திரும்பி தரும்படியாக, മുങ്ങിപ്പോയത് എടുത്തു തരുവാൻ, മുഴുകി പോണதை എടുത്തു തരുம்படியாக, നമ്മുടെ നന്മയെ മറച്ചു കളഞ്ഞതിനെ കാണിച്ചെടുക്കുവാൻ, നമ്മുടെ നഷ്ടமான നന്മകളെ திரும்பി തരുம்படியாக, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ആശയില്ലാതാക്കി വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയുടെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആഴങ്ങളിൽ ഇറങ്ങട്ടെ. യേശുവിനെ കൂട്ടുവാൻ, യേശുമായുള്ള ബന്ധം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചിലർ ഒറ്റയ്ക്ക് പോകും, சிலவங்க தனியா போவாங்க, ആരെയും കൂട്ടത്തില്ല. யாரையும் கூட்டி கொண்டு போறதில்ல. അവരൊറ്റയ്ക്ക് പോയാൽ, தனியா போனா അവർക്ക് തിരിച്ചു വരുവാൻ കഴിയത്തില്ല. திரும்பி வருவதற்கு முடியாது. അവർക്ക് വരുവാൻ കഴിയത്തില്ല. திரும்பி வருவதற்கு முடியாது. അവർക്ക് സ്വത്രം അതിന്റെ ആലോചനകളില്ല. அவர்களுக்கு ஆலோசனைகள் இல்லை. സ്വത്രം അവർക്ക് ബന്ധം, കണക്ഷൻ വിട്ടുപോയി. அவர்களுக்கு ഉറവുകൾ இல்லை. ഞാനും പാർശ്വം കൂടെ, ഞാനും ഊഴിയക്കാരും ഞാനിവിടെ വന്നിട്ട് പോയിട്ട് പിന്നെ മൊബൈൽ നമ്പരും മൊബൈലും എൻ്റെ കയ്യിൽ നിന്ന് പോയി. நானும் பாஸ்டரும் வந்துட்டு போன பிறகு மொபைலும் அவருடைய ஃபோன் நம்பர் நஷ்டமானது. അതുകൊണ്ട് വിളിക്കാൻ പറ്റുന്നില്ല, அதனால கூப்பிட முடியாம போயிடுச்சு, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ജപിക്കാൻ முடியாம போயிடுச்சு. ഇങ്ങനെയായാൽ, இப்படி ஆனா, പ്രശ്നങ്ങൾ വരുമ്പോൾ, பிரச்சனைகள் வரும்போது, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പോരാട്ടങ്ങൾ വരുம்போது, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ആശ്രയിപ്പാൻ ആരും കാണുകയില്ല. നമുക്ക് നമ്പുവதற்கு யாருமே കാണ മാட்டாங்க. എന്നാൽ ഹല്ലേലൂയ, ദൈവമായിട്ടുള്ള ഹല്ലേലൂയ കണക്ഷൻ വിടാതെ, ദൈവമായിട്ടുള്ള ബന്ധം വിടാതെ ദൈവത്തെ മാത്രം മുറുകെ പിടിക്കാമെങ്കിൽ പോകുന്ന വഴിയിൽ വിശാലത തരുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം വിശാലതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ
നിന്റെ ഞെരുക്കത്തെ മാറ്റുവാൻ, നിന്റെ പ്രയാസത്തെ മാറ്റുവാൻ, നിന്റെ രോഗത്തെ മാറ്റുവാൻ, നിന്റെ വേദനയെ മാറ്റുവാൻ ഇന്ന് പകൽക്കാലം അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ശത്രു പറയുകയാണ്, ശത്രു പറയുകയാണ്, നിന്റെ ഭവനം ഞാൻ ഞെരുക്കിക്കളയും, നിന്നെ ഞാൻ തകർത്തുകളയും, ഞാൻ നിന്നെ ഒതുക്കിക്കളയും, നീ ഇനി വീട് വെക്കുകയില്ല, നീ ദൈവമായിട്ട് ബന്ധം പുലർത്തുകയില്ല എന്ന് പ്രവാചക ശിഷ്യന്മാർ എലീശയോട് പറയുകയാ, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം തീരെ ഇടുക്കും ഞെരുക്കുമാണ്. தீர்க்கதரிசியின் புத்திரர்கள் எலிசாவை நோக்கி சொல்லுகிறார்கள், நாங்கள் தங்குறதான இந்த கூடாரம் மிகவும் இடுங்கினது, இடுக்கமானது, நெருக்கமானது. ഹല്ലേലൂയ. ഉള്ള അവസ്ഥ പറഞ്ഞു. അവരുടെ നിലമേ അവர்கள் சொல்லினார்கள். അവര് പോകുന്ന വഴിയുടെ ഹല്ലേലൂയ, അവര് പോകുന്ന എവിടെ എന്നുള്ളത് ഹല്ലേലൂയ പ്രവാചകനെ അവര് പറഞ്ഞു ബോധിപ്പിച്ചു. அவர்கள் எங்க போகிறார்கள் என்று சொல்லி அவர்கள் தீர்க்கதரிசியை நோக்கி சொன்னார்கள். ഹല്ലേലൂയ. ஆமென். നമ്മൾ പുറത്തോട്ട് പോകുകയാണെങ്കിൽ, വീട് വിട്ട് പോകുന്നെങ്കിൽ, നാം വീട് വിട്ട് പോകുம்போது മാതാപിതാക്കളോട് നാം പറയാറുണ്ട്. നാം പെറ്റവരുടെ சொல்லுகிறோம். അപ്പനോട് പറയും, അമ്മയോട് പറയും. തകപ്പനടുത്ത് சொல்லுவோம். അവരെ ആരുമില്ലെങ്കിൽ സഹോദരനുണ്ടെങ്കിൽ സഹോദരനോട് പറയും. யாருமில்லனா சகோதரர்கிட்ட சொல்லி, ഇല്ലെങ്കിൽ സഹോദരിയോട് പറയും. இல்லனா സഹോദരിகிட்ட சொல்லி, ഞാൻ പുറത്തു പോകുകയാണ്, ഞാൻ വെളിയെ പോകുകയാണ്. കണ്ടില്ലെങ്കിൽ, யாருமே பார்க்கலனா, വന്നില്ലെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ വീട്ടുകാർ അന്വേഷിക്കാനിടയായി തീരും. വീട്ടിൽ இருக்கவங்க தேடுவாங்க. ഹല്ലേലൂയ. ആമേൻ. പറഞ്ഞിട്ട് പോകുന്ന ഒരു വ്യക്തി சொல்லி போகிறதான நபர் തിരിച്ചു വന്നില്ലെങ്കിൽ திருப்பி வரலனா ആ വേദന എന്താണ്? அந்த வேதனையை, ഹല്ലേലൂയ, ആ വേദന എന്താണ്? அந்த வேதனை என்ன தெரியும்? ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം இந்த பகல் வேளைയിൽ ഹല്ലേലൂയ ദൈവം പറയുന്നു, ആണ്ടവർ சொல்லுகிறார், നിന്റെ ഹൃദയത്തിലെ വേദന സ്വർഗ്ഗം അറിയുന്നു, உன் இதயத்தின் துக்கத்தை നിന്റെ கர்த்தர் മനസ്സിലെ அறிகிறார், വേദന ദൈവം உன் അറിയുന്നു. മനസ്സിൻ துக்கத்தை கர்த்தர் ഹല്ലേലൂയ. அறிகிறார், നിനക്ക് ഒരു വിശാലതയുണ്ട്, உனக்கு ஒரு விசாலத்தை ഓ கர்த்தர் ഹല്ലേലൂയ. தருவார், നിന്റെ ഭവനത്തിന് ഒരു അനുഗ്രഹമുണ്ട്, உன் வீட்டுக்கு ஒரு ஆசீர்வாதத்தை ഹല്ലേലൂയ. கர்த்தர் നിന്റെ உண்டு സഭയ്ക്ക് ഒരു അനുഗ്രഹമുണ്ട്, சபைக்கு ஒரு നിന്റെ ஆசீர்வாதத்தை தருகிறார், ശുശ്രൂഷയ്ക്ക് ഒരു വിശാലതയുണ്ട്, உன் ஊழியத்திற்கு ஆசீர்வாதத்தை ഹല്ലേലൂയ. தருகிறார், നിന്റെ ശരീരത്തിന് ഒരു വിശാലതയുണ്ട്, உன் சரீரத்தில் ஒரு ഓ கர்த்தர் നിന്റെ ஆசீர்வாதத்தை തലമുറയ്ക്ക് ഒരു தருகிறார், ഉൻ വിശാലതയുണ്ട്, തലമുറയ്ക്ക് കർത്തർ നിന്റെ ആശീർവാദം ഭൗതിക തരുகிறார், നന്മയ്ക്ക് ഒരു ഉൻ വിശാലതയുണ്ട്. വീട്ടിലേക്ക് കർത്തർ ആശീർവാദം ഇന്ന് തരുகிறார், പകൽക്കാലം വിശാലതയെ തടയുന്നു. ഉൻ വിശാലത്തെ ഓ തടയുന്നതാണ്, ഓ അനുഗ്രഹത്തെ തടയുന്നു, ഉൻ ആശീർവാദത്തെ ദൈവമായിട്ടുള്ള ബന്ധത്തെ തടയുന്നു, കർത്തരത്തിലുള്ള ഉറവை എല്ലാ തടയുക, ഇരുട്ടിന്റെ ശക്തികളെ, ഇരുട്ടിൻ വല്ലമകളെ, ഹല്ലേലൂയ, ഇരുട്ടിന്റെ വ്യാപാരത്തെ ഇരുട്ടിൻ വല്ലമകളെ രഹസ്യ പ്രാർത്ഥന കൊണ്ട് ജപത്തിനാലെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഇതിനെ തകർത്ത് കളയുവാൻ നിർമ്മലമാക്കുകയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നാം ദേവനിടത്തിൽ ജപം பண்ணும்போது, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, நமக்காக கிரியை செய்கிற கர்த்தர் ஒருவர் இருக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ദുബായിൽ 2016 ദുബായിൽ പോയി. 2016 വർഷം ദുബായിക്ക് പോனேன். എനിക്ക് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് മാത്രം വായിക്കാൻ അറിയാം. ഇംഗ്ലീഷ് സ്പെല്ലിംഗ് தான் எனக்கு வாசிக்க தெரியும். അപ്പോൾ ദുബായ് അബുദാബി പോകണം. അബുദാബിക്ക് പോകണം. അപ്പോൾ അബുദാബി പോകുന്നതിന് ചോദിക്കുവാൻ എനിക്ക് ഭാഷ അറിയത്തില്ല. അബുദാബി പോകുறதுக்காக அவங்க பேசுறதுக்கு பாஷை தெரியாது. അവർ ഫോൺ ചെയ്തു, പാസ്റ്റർ ഇന്ന സ്ഥലത്ത് ഇറങ്ങണം. அவங்க ஃபோன் பண்ணி சொன்னாங்க, பாஸ்டர் இந்த இடத்துல இறங்கணும், இந்த വണ്ടി കയറണം. இந்த வண்டியில ஏறணும். ഞാൻ അവിടെ കയറി. நான் அப்படி செய்தேன். അവിടെ ചെന്നിറങ്ങിയപ്പോൾ அங்க போய் இறங்கின போது ഞാൻ ഭയന്നു പോയി. நான் பயந்து போனேன். എന്നെ വിളിക്കാൻ ആരും വന്നില്ല. എന്നെ കൂപ്പിടുവதற்கு யாருமே வரல. ഹാലലൂയ. ഞാൻ ഭയന്നു പോയി. நான் பயந்து நின்னுக்கும்போது ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ അടിക്കുമ്പോൾ அவங்க എടുക്കല. ഹാലലൂയ. 1.5 മണിക്കൂർ യാത്ര വീണ്ടും. മറുപടി 1.5 മണി നേരം പ്രയാണം. ഹാലലൂയ. ആമേൻ. ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ മിகவும் വേദനയോടെ. സ്തോത്രം. ഞാൻ വളരെ ഭാരപ്പെട്ടപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഹാലലൂയ സ്തോത്രം സ്പെല്ലിംഗ് മാത്രം അറിയാം, വായിക്കാൻ അറിയത്തില്ല. நான் ரொம்ப பாரத்தோட இருக்கிற நேரத்துல இங்கிலீஷ் ஸ்பெல்லிங் தான் எனக்கு வாசிக்க தெரியும், படிக்க தெரியாது. 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ അവിടെ ഇറങ്ങി. 1.5 മണി നേരം പ്രയാണം ചെയ്ത് நான் அங்க போனேன். ആ സ്ഥലത്തിറങ്ങി ഞാൻ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ, நான் 1 മണി നേരം കഴിച്ച് ജപം பண்ணி அங்க நிக்கும்போது, ആ വ്യക്തി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ എവിടായി? அந்த நபர் எனக்கு ஃபோன் பண்ணி கேக்குறார், நீ எங்க இருக்கீங்க பாஸ்டர்? സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തെത്തി. நான் இந்த இடத்துல வந்திருக்கிறேன். സ്തോത്രം. അവിടെ നിൽക്കണം, ഞങ്ങൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. நீங்க அங்கேயே நில்லுங்க, நாங்க இதோ வருகிறோம். പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഒരുത്തനെ നീ കൂട്ടിയാൽ, ഒരുവനെ കൂടെ നീ അഴിച്ചു ആരും കൊണ്ടുപോനാ, നിനക്ക് ആശ്രയമില്ലെങ്കിലും யாருமே உன் கூட இல்லாம போனாலும் പരിശുദ്ധാത്മാവ് ഇന്ന് പകലും നിനക്ക് ആശ്രയമായി ഇറങ്ങുകയാണ്. പരിശുദ്ധാവിയാനവർ ഉനക്ക് ഓ റീബാലവ ശംദരാദരാദരാദര സ്തോത്രം. ദൂരവലവാര ഘടകസിയാരംദരാദരാദര യേശുവിന്റെ
അധികാരമുള്ള നാമത്തിൽ യേശുവിന് ഇന്ന് അധികാരമുള്ള പകൽക്കാലം നിന്റെ ബുദ്ധിമണ്ഡലത്തെ മാറ്റിക്കൊണ്ട് ഉൻ ചിന്തയെ ഹല്ലേലൂയ, കട്ടുகிறதான പിശാചിട്ടിരിക്കുന്ന ബുദ്ധിമണ്ഡലം ഇന്ന് പകൽക്കാലം അവൻ അഴിച്ചു കളയുകയാ. പിശാചെ കട്ടും ഓ റീവോലാമ ശബ്ദനാദന, നീ ദൈവമായിട്ട് ബന്ധപ്പെടാതിരിക്കുവാൻ, കർത്തരിடத்தில் ഉறவு கொள்ளாமல் இருக்க, നീ ദൈവമായിട്ട് ബന്ധപ്പെടാതിരിക്കുവാൻ, കർത്തരിடத்தில் ഉறவு வைக்காமல் ഓ இருக்க, നിന്നെ ബന്ധിച്ചു കൊണ്ടിരിക്കുന്നു, உன்னை கட்டி கொண்டிருக்கிறது, നിന്നെ തകർത്തു കൊണ്ടിരിക്കുന്നു, നിർമ്മലമാക്കി ഓ നിന്റെ கொண்டிருக்கிறது, ബുദ്ധിയെ മന്ത്രിക്കുന്നു. உன் புத்திக்குள்ள மந்திரம் செய்கிறதா കൂട്ട പിശാച് இயேசு பிசாசின் ഇന്ന് கிரியைகள் പകൽക്കാലം വലിയുകയാ. இயேசுவின் நாமத்தில் എത്ര പേർക്ക് அவிழ்க்கப்படுகிறது. വിശ്വാസമുണ്ടോ? எத்தனை பேருக்கு நம்பிக்கை உண்டு? യേശു എന്നെ കരുതുന്ന ദൈവമാണ്. യേശു എന്നെ பார்க்கிறார். യേശു എന്നെ സഹായിക്കുന്ന യേശു ദൈവമാണ്. എന്നെ വിസാരിக்கிறார். എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. என் பிள்ளைகளை கர்த்தர் ஆசீர்வதிக்கிறவர். എന്റെ ഭവനത്തെ ഉയർത്തുന്ന ദൈവമാണ്. என் വീட்டை കർത്തർ ഉയർത്തുகிறார். ஸ்தோத்திரம் ஸ்தோத்திரம் ஸ்தோத்திரம். ദൈവമക്കളെ, தேவஜனமே, ഈ സഭ இந்த ஊழியமானது പണ്ടത്തെ സഭയല്ലല്ലോ. പഴയ സഭ இல்லையே. ഇതിന് മേളിലിരുന്ന് ആരാധിക്കാൻ, ഇങ്ങനെ ആരാധിക്കാൻ ദൈവം ഭാഗ്യം തന്നെങ്കിൽ இங்க மேல வந்து கூடி வந்து ஆராதிக்க கர்த்தர் கிருபை செய்தார். ഇതിലും വലിയ വിശാലതയിൽ ആരാധിക്കും. இது பார்க்கலும் பெரிதான விசாலத்தில் கர்த்தர் ஆராதனை செய்வார். ஆமென். നിറച്ച് ജനത്തെ ദൈവം കൊണ്ടുവരും. இது நிரம்பி கர்த்தர் ஆத்துமாக்களை നിറച്ച് ധനത്തെ ദൈവം കൊണ്ടുവരും. நிரம்பி ഓ ஆத்துமாக்களை റബശംദരാധനാദിയാസിയ, ஸ்தோத்திரம். അറിയപ്പെടുന്ന ഒരു സഭയായി ദൈവം പുറത്തു കൊണ്ടുവരും. இதை தெரியப்படுகிறதான சபையை ജപം கர்த்தர் பண்ணுമ്പോൾ, மாற்றுவார். ஜெபம் பண்ணும்போது വിശാലതയ്ക്ക് വേണ്ടി പണ്ടുക. நீங்கள் விசாலத்திற்காக ஜெபியுங்கள். ഓ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. விசாலத்திற்காக ஜெபியுங்கள். എത്ര പേർക്ക് വിശ്വാസമുണ്ട്? எத்தனை பேருக்கு விசுவாசம் உண்டு? ഹല്ലേലൂയ. ஆமென். ഈ സ്ഥലത്ത് ഈ ആരാധനയ്ക്ക് വന്നിട്ട് இங்க ஆராதனைக்காக வந்துட்டு നിങ്ങൾ நீங்க വിശാലതയില്ലാത്തവരാവരുത്, நீங்க விசாலம் இல்லாமல் போக, നിരാശപ്പെട്ടവരാവരുത്. நீங்க വ്യസനത്തോടെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നത്, எனக்கு கர்த்தர் வெளிப்படுத்தி தந்தது, ഇവിടെ നിൽക്കുമ്പോൾ இங்க நிற்கும்போது എനിക്ക് മനസ്സിലായത്, നമ്മെ നിരാശപ്പെടുത്തി, நம்மை വേദനയ്ക്കുള്ളാക്കി, നമ്മെ ആരാധനയ്ക്ക് വരാതെ വണ്ണം, നാം ആരാധനയ്ക്ക് വരാതപടിക്ക്, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ തകർന്നു മാറുവാൻ തക്കവണ്ണം, നാം നിർമ്മൂലമാക്കി പോകുമ്പടിயாக, ഹല്ലേലൂയ ശത്രുവിന്റെ ഒരു കെട്ട് നമ്മുടെ നേരെയുണ്ട്. നമുക്ക് വിരോധമായി എഴുമ്പുகிறதான പിശാചിന്റെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അതിന്റെ ആ മന്ത്രവാദങ്ങളും അതുടേതാണ് മന്ത്രവാദ വിചാരങ്ങളും ഏവൽ കട്ടകൾ, അതിന്റെ ഹല്ലേലൂയ സ്തോത്രം സഭയ്ക്ക് നേരെ, ഊഴിയத்துக்கு വിരോധமாக, ഹല്ലേലൂയ സഭാ ദൈവമക്കൾക്ക് നേരെയും, സഭയിൻ വിശ്വാസികൾക്ക് സഭാ വിരോധமாக, ദൈവദാസന്മാർക്കെതിരെയും, ദേവ ഊഴിയക്കാർക്ക് വിരോധமாக, ഹല്ലേലൂയ അവിചാര മന്ത്രങ്ങളായി, ഏവൽ കട്ടുകളാലും മന്ത്രക്കട്ടുകളാലും ഒരു വിശാലത വരാതെ വണ്ണം, ഇത് വിശാലത്തുക്കുൾ പോകാതെപടി, വെളിപ്പാടിൽ കുതിച്ചുയരാതെ വണ്ണം, നാം വെളിപ്പാട് ദർശനങ്ങളിലും വളരാതെപടിക്ക് അതിൽ ബന്ധിക്കുന്ന ശക്തികളുണ്ട്. നമ്മളെ കട്ടുகிறதான പിശാചിൻ ക്രിയകൾ, നമ്മെ നിരാശപ്പെടുത്തുന്ന മണ്ഡലങ്ങളുണ്ട്. നമ്മളെ ഒടുக்கிறதான പിശാചിൻ എന്നാൽ ഇന്ന് ക്രിയകൾ. പകൽക്കാലം ஆனால் இந்த பகல் வேளையிலே ദൈവം പറയുന്നു, கர்த்தர் சொல்லுகிறார், നീ എന്നോട് ചോദിച്ചാൽ நீ என்கிட்ட கேட்டா ഞാൻ നിനക്ക് ജാതികളെ അവകാശമാക്കി உனக்கு തരും. ஜனத்தை உனக்கு നീ தருவேன். എന്നോട് ചോദിച്ചാൽ, நீ என்கிட்ட கேட்டா ഓ നീ വാ തുറന്നാൽ வாய்களை ഞാൻ திறந்தால் അതിനെ വിശാലമായി നിറയ്ക്കാമെന്ന് விசாலமாய் പറഞ്ഞു. உன்னை ഓ நிரப்புவேன். നിന്റെ വാ തുറക്ക, ഞാൻ അത് വിസ്താരത്തെ உன் வாயை തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ റഖമശഖരസി ആരാധ്യ. ദൈവത്തിന്റെ ദൂതനെ ദൈവത്തെ നാം സേവിച്ചാൽ, தேவனை நேசித்தால், ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, தேவனோட சமூகத்துல ஜெபம் നമ്മുടെ பண்ணினா കൂടെ நம்ம கூட ദൂതനെ ദൈവം അയക്കും. கர்த்தர் நம்ம கூட தூதனை നമ്മൾ அனுப்புகிறார். പോകുന്ന വാഹനത്തിൽ ദൈവം നമ്മുടെ കൂടെ நாம் കാണും. போகிறதான வண்டிக்குள்ள கர்த்தர் தூதனை அனுப்புவார். ഹല്ലേലൂയ. ஆமென். ദൂതനെ ഞാൻ കണ്ടിട്ടുണ്ട്. நான் தூதரை பார்த்திருக்கிறேன். ഒരു ദിവസം ஒரு நாள் 10,000 രൂപ വേറൊരാൾക്ക് കൊടുക്കണം. ஒரு ஆளுக்கு 10,000 ரூபாய் கொடுக்கணும். വാങ്ങിച്ച പൈസയാണ്. வாங்கின காசு தான். അദ്ദേഹത്തിന് ഡേറ്റ് ആയി. அந்த நாள் வந்தது. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പൈസ എനിക്ക് തരണം. அவர் சொன்னார், பாஸ்டர் நீங்க காசு கொடுக்கணும். അത് ഇത്രാം തീയതിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു അദ്ദേഹത്തിൻ്റെ വൈഫിന് ആശുപത്രിയിലെ കേസ് കെട്ടാണ്. இத்தனை தேதி அவருடைய வீட்டுக்கு கொடுக்கணும். காரணம் அவங்க மனைவி வந்து ஹாஸ்பிட்டல் இருக்காங்க. ആ 10,000 രൂപ കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ஆனால் அந்த நேரத்தில் 10,000 கொடுப்பதற்கு என்கிட்ட காசு இல்லை. പിറ്റേ ദിവസം அடுத்த நாள் പ്രഭാതത്തിൽ காலையில் കൊടുക്കണം. காசு கொடுக்கணும். എൻ്റെ കയ്യിലില്ല. என்கிட்ட இல்லை. അന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, நான் ராத்திரியில ஜெபம் பண்ணுகிற நேரத்தில் കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, கண்ணை மூடி ஜெபம் பண்ணுகிற போது, ഹല്ലേലൂയ, ദൈവമേ ഞാൻ എന്ത് ചെയ്യും? ஆண்டவரே நான் என்ன செய்வேன்னு கேட்கிறேன். ആരോട് ചോദിച്ചിട്ടും കിട്ടുന്നില്ല. யார்கிட்ட கேட்டாலும் யாரும் தர மாட்டேங்கிறாங்க. ഹല്ലേലൂയ, ഞാൻ വളരെ ഭാരപ്പെട്ടു. நான் ரொம்ப பயத்தோடு இருக்கும்போது, ഹല്ലേലൂയ, ഞാൻ വളരെ ടെൻഷനായി. நான் ரொம்ப டென்ஷன் ஆயிட்டேன். ഞാൻ മുട്ടുമടക്കി
നാം മുഴങ്കാല പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജപിക്കുന്ന നേരത്തിൽ ഹല്ലേലൂയ രണ്ട് കാല് എന്റെ അരികൂടെ പാസ് ചെയ്തു പോകുന്നത് കണ്ടു. രണ്ട് കാലുകൾ എൻ പക്കമായി നടന്നു പോകുന്നதை பார்த்தேன். ഭയപ്പെടണ്ട, ഭയപ്പെടാതെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, നാനും കൂടെ இருக்கிறேன், ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ ഉന്നെ സഹായം ചെയ്വേൻ, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ ഉന്നെ ബലപ്പെടുത്തുവേൻ, എന്റെ നീതിയുള്ള വലകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, എൻ നീതിயின் വലക്കരത്താൽ ഉന്നെ താങ്ങുവേൻ. ഹല്ലേലൂയ. ഞാൻ ജപം பண்ணி എഴുന്നേൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ, ജപം பண்ணி എഴുമ്പുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ഫോൺ വരുന്നു. ഒരു കോൾ വരുகிறது. പാസ്റ്റർ സാബു ഹല്ലേലൂയ ബാങ്കിന്റെ അവിടെ വരണം, நீங்க பேங்க்குக்கு வரணும். ഹല്ലേലൂയ. ആമേൻ. ചെന്നപ്പോൾ ആമേൻ 20,000 രൂപ എടുത്ത് കൈ തന്നു. പോണപ്പോൾ 20,000 രൂപ കയ്യിൽ എഴുതി പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. 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 ആരെന്ന് എനിക്ക് അറിയത്തില്ല, യാരനെ தெரியாது. ഹല്ലേലൂയ. അവർക്ക് എന്നെ പരിചയമുണ്ട്. ஆனா அவங்களுக்கு என்ன தெரியும்? ഹല്ലേലൂയ. പറഞ്ഞു, പാസ്റ്റർ, ദൈവം എന്നോട് സംസാരിച്ചു. அவங்க சொன்னாங்க, பாஸ்டர் கர்த்தர் எடுத்து எங்களிடத்துல பேசினார். ഹല്ലേലൂയ. ഇന്ന് പകല്, இந்த പകൽ വേളയിൽ, ഹല്ലേലൂയ, നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉൻകിടത്തെ പേசுகிறது വേറെ വ്യക്തികളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റൊരുവിധത്തിലെ പേசுகிறது നിന്റെ കൂട്ടായ്മ വിടരുത്. ഉന്നതமான നിന്റെ വിശാലത, നിന്റെ ഞെരുക്കം ദൈവം അറിയുന്നു. ഉൻ നെരുക്കത്തെ കർത്തർ അറിയുന്നു. ഇന്ന് പകല് യേശു നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. இந்த പകൽ വേളയിൽ കർത്തർ ഉന്നെ ആ ദൈവം ആശീർവദിക്കാൻ നിന്നെ പോകുന്നു. നിരാശയോടെ വിടുകയില്ല. കർത്തർ ഉന്നെ ഒരുപോതും ആമേൻ. യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആത്മാവിൽ ഞാൻ കാണുന്നു, ഇലയ്ക്കകത്ത് കെട്ടിപ്പൊതിഞ്ഞു വെച്ച ചില അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ കല്ലിറങ്ങി പൊട്ടിക്കുന്നതായിട്ട് ദൈവാത്മാവെന്നെ കാണിക്കുന്നു. അധികാരങ്ങൾ നിന്റെ വിശാലത ഇല്ലാതാക്കുന്ന, നിന്റെ പ്രാർത്ഥന ഇല്ലാതാക്കുന്ന, നിന്റെ ആരാധന ഇല്ലാതാക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ ദൈവീയ കല്ലുകൊണ്ട് ചെതറപ്പെടുന്നത് ഇന്ന് പകൽക്കാലം ആത്മാവ് കാണിക്കുകയാണ്. ഹല്ലേലൂയ. உனக்கு வர வேண்டியதான ஆசீர்வாதங்களை இயேசுவின் நாமத்தில் இந்த பகல் வேளையில் பெற்றுக்கொள்ளும்படியாக கர்த்தர் கிருபை செய்வாராக. ഹല്ലേലൂയ. ஆமென். അപ്പോസ്തല പ്രവൃത്തി 26 അപ്പോസ്തലർ 26 27 വായിക്കുമ്പോൾ, 27 വായിക്കുമ്പോൾ, 27 ഉടയതാണ് 20-ാം വചനം. ആശയറ്റുപോയി, വിശാലതയില്ല, നഷ്ടമായിപ്പോയി. നഷ്ടപ്പെട്ടു പോയത്, വിശാലതയില്ലാത്തത്, ശോഭിക്കാത്തത്, സ്വത്രം, ഹല്ലേലൂയ, ആശയറ്റുപോയത്, ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ, நம்பிக்கையற்று போனவர்களாக இருக்கிறதான ஜனங்கள். ആശയറ്റുപോയിട്ട്, സ്വത്രം, അവരിനി മുമ്പോട്ട് യാത്രയില്ലെന്ന് പറഞ്ഞ് വളരെ ഭാരപ്പെട്ട് പൗലോസും കൂടെ യാത്ര ചെയ്യുന്നവരും ഹല്ലേലൂയ ഇനി ഒരാശയില്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനുമായി സംസാരിക്കുന്ന പൗലോസിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നൊരു വാക്കുണ്ട്, പൗലോസെ ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, മുമ്പോട്ട് യാത്ര ചെയ്തോ, കപ്പൽ തകർന്നു പോയാലും നീ, ഹല്ലേലൂയ, നീയും കൂടെ യാത്ര ചെയ്യുന്നവരും തകരുവാൻ ഞാൻ അനുവദിക്കത്തില്ല. നമ്പിക്കറ്റ പൗലുக்கு പ്രയാണം ചെയ്യുന്ന നേരത്തിൽ ദൂതനാണ് അവൻ ഇറങ്ങി വന്ന് പൗലേ ഭയപ്പെടാതെ, இந்த കപ്പൽ ഉടഞ്ഞു പോയാൽ ചില കഷ്ടങ്ങൾ വന്നേക്കാം, ചില വെല്ലുവിളികൾ വന്നേക്കാം, ചില കൊടുങ്കാറ്റുകൾ വന്നേക്കാം, വെട്ടമില്ലാതെ വന്നേക്കാം, ഹല്ലേലൂയ, നിരാശയിട്ട് വന്നേക്കാം. ஒருவேளை இருள் வந்திருக்கலாம், வெளிச்சம் இல்லாமல் போனாலும் கர்த்தர் நிச்சயமாக அந்த ஸ்தானத்திலே கர்த்தர் விடுதலை தருவார். ഓ ശകരാമസ്യാരാധിയ, ദൈവത്തിന്റെ ദൂതനുമായി സംസാരിക്കുന്ന പൗലോസ്, தேவனுடைய தூதரோடு பேசுகிறதான பவுல். ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ജപിക്കുന്ന നേരത്തിൽ ദൈവ ശബ്ദം കേൾക്കുന്നവരായി മാറണം. കർത്തരുടെ സത്യത്തെ കേൾക്കുന്നവர்களாய் കാണപ്പെട வேண்டும். മനുഷ്യന്റെ ശബ്ദമല്ല, മനുഷ്യനുடைய சத்தம் அல்ல, ദൈവീയ ശബ്ദം, தேவ சத்தம். ദൈവ ശബ്ദം കേട്ടാൽ, தேவ சத்தம் கேட்டால், ഹല്ലേലൂയ, ആർക്കും നമ്മെ ഒന്നും ചെയ്യുവാൻ யாருக்குமே நம்ம ஏதோ செய்ய முடியாது. ஹல்லேலூയ. എത്ര പേര് ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു? எத்தனை பேர் ஆயுசுக்காக ஜெபிக்கிறீங்க? ആയുസ്സിന് വേണ്ടി എത്ര പേര് எத்தனை പ്രാർത്ഥിക്കുന്നു? பேர் ஆயுசுக்காக ஜெபிக்கிறீங்க? എന്റെ മക്കളെ കാണണം, என் பிள்ளைகளை பார்க்கணும், എന്റെ കൊച്ചുമക്കളെ കാണണം, என் சிறு பிள்ளை பேர பிள்ளைகளை பார்க்கணும், എന്റെ മരുമക്കളെ കാണണം, என்
മരുമക്കളെ பார்க்கணும். ഹല്ലേലൂയ. ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? എത്ര പേർക്ക് ആശയുണ്ട്? ഹല്ലേലൂയ. എനിക്ക് ആശയുണ്ടപ്പാ. എനിക്ക് ആശ இருக்கு ஆண்டவரே. എനിക്ക് ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിച്ച എന്റെ മക്കളെ കാണണം. എനിക്ക് இந்த பூமியில் ஆராதனை செய்து பிள்ளைகளை ചെയ്തെടുക്കണം. எனக்கு சிலதெல்லாம் செய்து முடிக்க வேண்டும். എനിക്ക് നല്ലൊരു വീട് വേണം. எனக்கு നല്ലൊരു വീട് தேவை. എനിക്ക് നല്ലൊരു വാഹനം വേണം. നല്ലൊരു വാഹനം தேவை. നല്ല കുഞ്ഞുങ്ങളെ ദൈവം തരണം. നല്ല പിള്ളകൾ എനിക്ക് தேவை. നല്ല അനുഗ്രഹങ്ങൾ എനിക്ക് തരണം. നല്ല ആശീർവാദങ്ങൾ എനിക്ക് தேவை. ഹല്ലേലൂയ. എന്നെ പകച്ചവരുണ്ട്. എന്നെ പകൈത്തവர்கள் இருக்கிறார்கள். കളിയാക്കിയവരുണ്ട്. கேலி பண்ணவங்க இருக்கிறாங்க. എന്നെ വെല്ലുവിളിച്ചവരുണ്ട്. எனக்கு സവാൽ വിട്ടവங்க இருக்கிறாங்க. നിർത്തത്തില്ലെന്ന് പറഞ്ഞവരുണ്ട്. നിർത്ത മാട്ടേൻ എന്ന് சொல்றவர்கள் இருக்கிறார்கள். കളയുമെന്ന് പറഞ്ഞവരുണ്ട്. നിർമ്മലമാക്കും എന്ന് சொல்றவர்கள் இருக்கிறார்கள். ഓ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വെട്ടേറ്റ് നിലത്ത് വീഴട്ടെ. വെട്ടേറ്റവൻ നിലത്ത് വീഴട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ തീ വ്യാപരിക്കട്ടെ. ശക്തികൾ കരിയട്ടെ. ദുർഭൂതങ്ങൾ കരിയട്ടെ. വളരെ നാളായി സൂര്യനെ കാണാൻ കഴിയാതെ, അനേക നാட்களாய் സൂര്യനെ பார்க்காமல், ചന്ദ്രനെ കാണുവാൻ കഴിയാതെ, നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയാതെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിയதான കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ ഏറ്റുപോയി. ഞങ്ങൾ കാപ്പാற்றப்படுவோம் என்ற நம்பிக்கை இல்லாமல் போயிற்று. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലേ, ജപിക്കുന്നതാണ് ദേവജനമേ, ആരാധിക്കുന്ന ദൈവം ഇതിലേ, ആരാധന ചെയ്യുന്നതാണ് ദേവജനമേ, നിന്റെ ആശ അറ്റുപോയിട്ടില്ല. ഉன்னுடைய நம்பிக்கை முடியவில்லை. നീ നിരാശപ്പെടരുത്. നീ ഭയപ്പെടാതെ. നീ നിരാശപ്പെടരുത്. നம்பிக்கை இல்ல. നീ വേദനപ്പെടരുത്. നീ വേദനപ്പെടാതെ. ഹല്ലേലൂയ. ദൈവം നിന്റെ കൂടെയുണ്ട്. കർത്തർ ഉൻ കൂടെ இருக்கிறார். ദൈവം നിനക്ക് വിശാലത തരാൻ വേണ്ടിയാ. കർത്തർ നിശ്ചയമായി വിശാലത ദൈവം ചില നന്മകൾ തരാൻ വേണ്ടിയാ. കർത്തർ നന്മകളെ തരുവാൻ. ദൈവിക അനുഗ്രഹങ്ങൾ തരുവാനാ. ദൈവിക ആശീർവാദങ്ങളെ പെற்றுകൊള്ളാൻ. ചിലര് പറയും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന്. ഞാൻ ജപിച്ചിട്ട് ജപം കർത്തർ കേൾക്കാமல் പോയിരിக்கிறார். ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ചിലർ പറയും. அப்படி சிலவங்க சொல்றாங்க. വർഷങ്ങൾ കഴിയും. വർഷങ്ങൾ முடியும். ചിലപ്പോൾ 3 കൊല്ലം കഴിയും. ചിലപ്പോൾ നേരത്തിൽ 3 വർഷം ആകலாம். ചിലപ്പോൾ 5 കൊല്ലം കഴിയും. ചിലപ്പോൾ 5 വർഷം ആകலாம். ചിലപ്പോൾ 20 വർഷം പ്രാർത്ഥിക്കേണ്ടി വരും. നേരത്തിൽ 20 വർഷം കൂടെ ആകலாம். മറുപടി കിട്ടുകയില്ല. பதில் கிடைக்கவில்லை. മടുത്തു പോകും. சோர்ந்து போய்விட்டோம். നീ എന്ത് ചെയ്യും? என்ன செய்வோம்? ഹല്ലേലൂയ. അത് പരീക്ഷിക്കുന്ന ദൈവമാ. அப்படி சோதிக்கிறதான கர்த்தர். ഹല്ലേലൂയ. നീ അത്ര നാൾ പ്രാർത്ഥിച്ചതിന്റെ ഒരു മറുപടി തരുവാൻ ഒരുക്കി വെച്ചിരിക്കുന്ന നന്മയുണ്ട്. നീ ജപിച്ചதான നാட்களுக்காக கர்த்தர் ஆயத்தம் பண்ணினதான ஆசீர்வாதங்கள் உண்டு. ഒരു ഭാഗത്ത് ദൈവം ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളുണ്ട്. ഒരു പക്കത്തിലെ கர்த்தர் ஆசீர்வதித்து சேர்த்து வைத்திருக்கிறார். അത് എടുക്കുവാനാ. அதுக்கு எடுக்கிறதுக்காக. അത് തരുവാൻ വേണ്ടിയാ. തരുമ്പടിயாக தான். അത് നിന്റെ കയ്യിൽ എടുത്ത് തരുവാൻ വേണ്ടിയാ. കയ്യിൽ എടുത്ത് തരുவதற்கு தான். അതിൽ അത്രയും നാൾ നീ സഹിച്ച് നിൽക്കുവാൻ. அவ்வளவு நாள் நீங்கள் சகித்து இருக்கும்போது, അത്രയും നാൾ നീ ക്ഷമയോടെ കാത്തിരിക്കുവാൻ. அவ்வளவு நாள் நம்ம பொறுமையோடு காத்திருக்கும் போது, ഹല്ലേലൂയ. അവിടെയും அங்கேயும் നിനക്ക് ജപമുണ്ടോ? அங்க ஜெபம் இருக்கா? അവിടെയും നിനക്ക് പ്രാർത്ഥനയുണ്ടോ? அங்கேயும் ആരാധന இருக்கா? ദൈവമായിട്ട് നിനക്ക് ബന്ധമുണ്ടോ? அங்க கர்த்தரிடத்துல உறவு இருக்கா? ഹല്ലേലൂയ. ഏത് പ്രശ്നം കടന്നു വരട്ടെ, എന്ത് പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, ഏത് വെല്ലുവിളി കടന്നു വരട്ടെ, എന്ത് സവാലുകൾ കടന്നു വരട്ടെ, ഹല്ലേലൂയ. നീ മുട്ടുമടക്കി, ഞാൻ മുഴങ്കാൽ മടക്കി, കർത്താവേ, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, ഞാൻ പാപിയാണ് ഒരു മനുഷ്യൻ, എന്നോട് ക്ഷമിക്കണം, എന്നെ പരിശുദ്ധപ്പെടുത്തി, എന്റെ രക്തത്താൽ എന്നെ കഴുകണം, രക്തത്താൽ എന്നെ കഴുകും, എന്റെ ഹൃദയത്തെ കഴുകണം, ഹൃദയത്തെ കഴുകുക, എന്റെ മനസ്സുകളെ കഴുകണം, മനസ്സ് കഴുകുക, എന്റെ ഭവനത്തെ കഴുകണം, വീട്ടെ കഴുകുക, എന്റെ ശുശ്രൂഷകളെ, ഊഴിയത്തെ ഹല്ലേലൂയ, എന്റെ യാത്രകളെ, പ്രയാണത്തെ, ആരോഗ്യത്തെ, എന്റെ ജോലിയെ, എന്റെ തലമുറയെ, എന്റെ വാഹനങ്ങളെ, ഹല്ലേലൂയ, അങ്ങയുടെ രക്തത്തിൽ മറയ്ക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ പറഞ്ഞുപോയി, ഞാൻ ചിന്തിച്ചുപോയി, ഞാൻ എടുത്തുപോയി, എന്നോട് ക്ഷമിക്കണമേ. നിരാശപ്പെടുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നാം സോർന്നു പോവதற்கല്ല കർത്തർ നമ്മെ അழைத்தது. ബാംഗ്ലൂർ പട്ടണത്തിലെ നമ്മെ മാനിക്കുവാൻ വേണ്ടി, നമ്മെ ആശീർവദിക്കാൻ, നമ്മെ ഉയർത്താൻ, നമ്മെ മാനിക്കുവാൻ വേണ്ടി, നമ്മെ മഹിമപ്പെടുത്ത. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ ഉന്നത മണ്ഡലത്തിൽ എത്തിച്ചേരണം, ഉയർന്ന ഇടങ്ങളിൽ കർത്തർ ചേർത്ത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മുമ്പൊരിക്കൽ വന്നപ്പോഴേ,
எனக்கு ஞாபகம் இருக்கு, நான் முன்னாடி வந்தபோது ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ ചിലരൊക്കെ ഏറ്റവും വലിയ ടോപ്പ് ലെവലിൽ എത്തിച്ചേരും. நான் சொன்னேன், இப்படியாக சில பிள்ளைகள் உயர்ந்த ஸ்தானங்களுக்குள்ளாக போவார்கள். വലിയ വലിയ ജോലിയിൽ അവർ ഏർപ്പെടും. பெரிய பெரிய வேலைகள் அவர் അവർ சேர்க்கப்படுவார்கள். ഇന്ന ചർച്ചിലെ ആളാന്ന് പറയുമ്പോൾ அவர் இந்த சபையின் ஆள் என்று சொல்லும்போது ഹല്ലേലൂയ സ്വർഗം സന്തോഷിപ്പാനിടയായി. பரலோகம் சந்தோஷிக்கிறதான நாள் வருகிறது. ജോണിക്കുട്ടി പാസ്റ്റർ ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ஜோனிக்குட்டி பாஸ்டர், நான் கர்த்தருடைய நாமத்தில் நன்றி செலுத்துகிறேன். നല്ല നല്ല ചിട്ടയിലും നല്ല ആ സ്തോത്രം ആ നല്ല ഇടപെടലിലും അവർ അവരുടെ ഹല്ലേലൂയ സ്തോത്രം തൻ്റെ ദാസൻ്റെ ഉള്ളിൽ സ്നേഹം, അവരെ കുറിച്ച് സ്നേഹമുണ്ട്. അവർ നല്ലതുപോലെ വളരുവാനാണ് വേണ്ടിയാണ്, നല്ലതുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാണ് അവരോട് വഴക്കുകളൊക്കെ പറയുന്നത്. உங்களுடையதான பிள்ளைகளை ஏன் ஊழியக்காரர் திட்டுகிறார் என்று பார்க்கும்போது, நீங்க நல்ல ஸ்தானத்தில் வரணும், நல்ல ஆசீர்வதிக்கப்பட்டு நல்ல மேன்மையான இடங்களில் வரணும் தான் அவர் கர்சனை உள்ளவராக இருக்கிறார். ഒരു പാസ്റ്റർ നമ്മെ ശിക്ഷിച്ചാൽ, ஒரு தேவ ஊழியக்காரன் நம்மை தண்டித்தால் അത് ശിക്ഷയല്ല, அது தண்டனை அல்ல, അത് അനുഗ്രഹമായി മാറും. நம்முடைய தலைக்கு அது என்ன. പ്രൈസ് ദി ലോർഡ്. ஆமென். പ്രൈസ് ദി ലോർഡ്. ஆமென். ഞാൻ പണ്ട് പാസ്സാവുന്നതിന് മുമ്പ് நான் ஊழியக்காரர் ஆகிறதுக்கு முன்பதாக ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് പോകുമ്പോൾ நான் சிகரெட் இழுத்து கொண்டு போகிறேன். എൻ്റെ പാസ്റ്റർ കണ്ടുപിടിച്ചു. என் பாஸ்டர் என்ன கண்டுபிடிச்சிட்டார். അവർ കണ്ടുപിടിച്ചിട്ട് അവരെന്നെ എങ്ങനെ പിടിച്ചു? அவர் வந்து என்ன பார்த்து என் காலரை பிடிச்சிட்டாரு, പിടിച്ചു കൊണ്ടുപോയി. என்னை இழுத்து கொண்டு போனாரு. അല്ലെങ്കിൽ അടിച്ചേ അല്ല, அடிக்கல, അവർ പിടിച്ചു മുറുക്കി. அவர் பிடிச்சு முறுக்கினாரு. ഇന്ന് ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. இன்னைக்கு உன்னை சாவடிப்பேன், ഇന്ന് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. இன்னும் நான் சாவடிப்பேன். അല്ലെങ്കിൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. அப்படியே കണ്ണുകൾ வெளியே വന്നത്, എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നു. കണ്ണിൽ இருந்து தண்ணீர் வந்தது. ഹല്ലേലൂയ. ஆமென். അദ്ദേഹം ഈ വിരൽ വെച്ച് താത്തങ്ങ് പിടിച്ചു. அவர் இந்த விரலால அமுக்கி இப்படி பிடிச்சிட்டாரு. ഹല്ലേലൂയ. ஆமென். ഇനി മേലിൽ കണ്ടുപോകരുത്. இனி மேற்கொண்டு இப்படி செய்யக்கூடாது. ഞാൻ നിന്റെ അപ്പനാ. நான் உன் அப்பா. ഹല്ലേലൂയ. ഞാൻ നിന്റെ അപ്പനാ. நான் உன் அப்பா. നീ നഷ്ടപ്പെടുന്നത് എനിക്ക് വേദനയുണ്ട്. നഷ്ടപ്പെടുகிறது எனக்கு வேதனை என்றார். ഹല്ലേലൂയ. ஹல்லேலூயா. വർഷങ്ങൾ കഴിഞ്ഞു, வருஷங்கள் முடிந்தது. ആ പിടിച്ച പാർശ്വ സഭ ഗൾഫിൽ ഞാൻ പോയി. பிடிச்ச பாஸ்டருடைய சபையில கல்ஃப்ல நான் போனேன். ഹല്ലേലൂയ. പ്രസംഗിച്ചപ്പോൾ அவர் சபையில பிரசங்கித்த போது അവർ വാ പൊട്ടി കരയുവാൻ, அவர் வாயை விட்டு அழுதார். എന്നെ കെട്ടിപ്പിടിച്ചു. என்னை കെട്ടിപ്പിടിத்தார். ഹല്ലേലൂയ. വാ പൊട്ടി കരഞ്ഞു. அவர் அழுதார். അവരോട് പറഞ്ഞു, அந்த ജനങ്ങളുടെ சொன்னார், ഹല്ലേലൂയ, എൻ്റെ മകനായി വന്നത്, இது വന്നത് എൻ മകൻ தான். ദീപൽ പ്രവചകരകടകസി എന്നൊരു വിശാലതയുണ്ട്. இங்க ഒരു விசாலம் ഒരു இருக்கிறது. വിശാലതയുണ്ട്. விசாலம் ഇന്ന് இருக்கிறது. പകൽക്കാലം സ്വർഗത്തിലെ വിശാലത വരാൻ പോകുകയാണ്. അടിയങ്ങളോടുകൂടെ പോരണമേ. ஹல்லேலூயா. தூதனே என் கூட வரணுமே. സ്തോത്രം. ഇവിടെ ദൂതനുമായി സംസാരിക്കുന്ന പൗലോസ്, இந்த தூதரிடத்துல பேசுகிறதான பவுல், ഇവിടെ പ്രവാചക ശിഷ്യന്മാർ എലീശയോട് പറയുന്നു, ദീർഘദർശിനി പിള്ളകൾ എലിസാവിടത്തിൽ சொல்லுகிறார்கள். എലീശയോട് ചൊല്ലുന്നു, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഈ തീരെ ഇടുക്കവും ഞെരുക്കമായതുകൊണ്ട് ഞങ്ങൾ യോർദാനിലേക്ക് കടന്നു പോകുകയാണ്. இந்த பிள்ளைகள் சொல்லுகிறது, நாங்கள் தங்குறதான வீடு மிகவும் நெருக்கமானபடினாலே நாங்கள் யோர்தானுக்கு போகிறோம். ദൈവമക്കളെ, தேவஜனமே, എനിക്ക് ഇന്ന് പകൽക്കാലം இந்த பகல் வேளையில ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, எந்த பிரச்சனைகளானாலும் നാം ദൈവത്തോടൊന്ന് പറയാൻ തയ്യാറാകും. நாம் தேவனிடத்தில் சொல்லுவதற்கு ஆயத்தம் என்றால், നമ്മൾ പറയുന്ന വിഷയം വേറൊരാൾ അറിയണ്ട. நாம் சொல்லுகிறதான விஷயம் மற்றவங்க தெரிய வேண்டிய அவசியம் இல்லை. പക്ഷേ എന്നാൽ ദൈവം നമ്മുടെ വിഷയങ്ങളെ ஆனா கர்த்தருக்கு சொன்னா போதும். വേറൊരാളോട് നമ്മൾ പറയേണ്ട കാര്യമില്ല. மற்றவங்க கிட்ட சொல்ல தேவையில்லை. പക്ഷേ എന്നാൽ കർത്താവ് അറിയുന്നു. கர்த்தர் தெரிகிறார். നീയും ദൈവമായിട്ടുള്ള ബന്ധം, உங்களுக்கும் கர்த்தருக்கு இருக்கிற உறவு, നീയും നിന്റെ പിതാവുമായുള്ള ബന്ധം, உனக்கும் கர்த்தருக்கு இருக்கிறதான உறவு, ആ ബന്ധം ഇന്ന് പകൽക്കാലം ഉയർത്താൻ തയ്യാറാകുന്നു. அந்த ഉറவை നീ അധികപ്പെടുത്തിനാൽ, ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുളിരുന്നதான ஜனம் பெரியதான வெளிச்சத்தை கண்டார்கள். ആ വെളിച്ചത്തിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. அந்த வெளிச்சத்திற்காக நாம் ஜெபம் செய்கிறோம். ഇരുട്ടിൽ കിടന്ന നമ്മെ വെളിച്ചത്ത് കൊണ്ടുവന്ന, ഇരുളിരുന്നதான நம்மை கர்த்தர் வெளிச்சத்துக்கு கொண்டு வந்து ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ, அந்த കർത്തരുടേதான ക്രിയകളെ കാണ, ഓ ശബരാസിയാരന്തനാദിയാസി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ, പരിശുദ്ധാവിയെ പെറ്റുകൊണ്ടവர்கள் ഹല്ലേലൂയ അടങ്ങിയിരിക്കരുത്. അടങ്ങി இருக்க கூடாது. പ്രാർത്ഥന ജപിക്കുന്നവർ അടങ്ങിയിരിക്കരുത്. ജപം பண்ணுகிறவர்கள் അടങ്ങി இருக்க കൂടാതെ. ശരീരം വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ശരീരത്തെ വിട്ടുകൊടുത്ത് ദൈവസമൂഹത്തിൽ ആരാധന ചെയ്യുമ്പോൾ, ശരീരം വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ശരീരത്തെ വിട്ടുകൊടുത്ത് ദേവനെ ആരാധിക്കുമ്പോൾ നിനക്കൊരു വിശാലത വരാൻ പോകുന്നു. നിശ്ചയമായ ഒരു വിശാലത്തെ ഉനക്ക് തരുവാർ. വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തി അഴിയാൻ പോകുന്നു. അന്ധകാര വല്ലമേൽ അവിഴ്ന്നു വിടുகிறது. ഓ രാഘവ ശബ്ദരാധന. ചില മുദ്രകൾ, சில முத்திரைகளை ഇന്ന് പകല്, இந்த பகல் வேளையிலே സ്വർഗ്ഗത്തിലെ ദൈവം അഴിച്ചു മാറ്റും. பரலோகத்தின் தேவன் அழித்து விடுகிறார். ഹല്ലേലൂയ. ആമേൻ. പേരെഴുതി
നീ ഇനി ഭൂമി വേണ്ട. இந்த பூமியில நீ இருக்கக்கூடாது. എനിക്കത് ദൈവാത്മാവ് മനസ്സിലാക്കിയിട്ടുണ്ട്. எனக்கு பரிசுத்தாவினர் காண்பிக்கிறது என்னவென்றால், ഞാൻ ആ വിഷയം കണ്ടപ്പോൾ പ്രാർത്ഥിക്കുന്നു, എനിക്ക് മനസ്സിലായി അത് ബന്ധനമാണെന്ന്. நான் ஜெபிக்கும் போது எனக்கு புரிந்தது அது ஒரு பெரிய கட்டு. ആ ബന്ധനം പ്രാർത്ഥിക്കുമ്പോൾ അഴിയണം. அந்த கட்டானது நாம் ஜெபிக்கும் போது அவிழ்க்கப்பட வேண்டும். നമ്മുടെ ஆயுசு ദൈവം വിളിക്കുമ്പോൾ മാത്രം പോകാൻ. നമ്മുടെ ആയുസ് ദേവൻ അഴിക്കും പോത് മാത്രം നാം പോകണം. ആമേൻ. അതിനു മുമ്പേ വിളിക്കുന്ന ശക്തികളെ നമ്മൾ ആരാധന പൊട്ടിച്ചു കളയണം. அதுக்கு முன்பதாக நம்முடைய உயிரை கெடுக்க பார்க்கிறதான அந்தகார வல்லமை நாம் ஆராதனை செய்து உடைக்கணும். ഹല്ലേലൂയ. ആമേൻ. വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാം വിശാലത്തിற்காக ജெபம் பண்ணணும். നാം ദൈവത്തോടൊന്ന് ഏറ്റുപറയുക. നാം ദേവനിடത്തിൽ சொல்லும்போது നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വിശാലതകൾ, നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ വിശാലതകൾ, ഇതെല്ലാം ദൈവത്തോട് നാം പറയുമ്പോൾ ദൈവം അതിനൊരു നീക്കുപോക്ക് തരുവാനുണ്ട്. നമ്മുടേതാன ബലവീനങ്ങൾ, നമ്മുടെ തോൽവികൾ, നമ്മുടേതാன വിശാലത്തെ എല്ലാവற்றையும் കർത്തർ സമുദ്രത്തിൽ ഏറെടുത്ത് ചൊല്ലുമ്പോൾ കർത്തർ എല്ലാവற்றையும் കർത്തർ ഒരു ബദലായി തരുവാർ. കർത്താവ് ഇന്ന് പകൽ നമ്മളെ അനുഗ്രഹിക്കാൻ പോകുക. കർത്തർ ഇന്ന് പകൽ വേളയിൽ നമ്മളെ ആശീർവദിക്കുവാർ. ഒരു പുതിയ അനുഗ്രഹം നമ്മുടെ മേൽ പകരാൻ പോകുന്നു. ഒരു പുതിയ ആശീർവാദം നമ്മുടെ മേൽ വരപ്പോകുന്നത്. നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയം, നാட்களாக ஜெபிக்கிறதான விஷயங்கள், നാളുകൾ കൊണ്ട് ചോദിക്കുന്ന വിഷയം, നാட்களாக ஜெபிக்கிறதான விஷயங்கள், നഷ്ടപ്പെട്ട വിഷയം, നഷ്ടமான விஷயங்கள், മറച്ചുവെച്ച വിഷയം, മറക്കപ്പെട്ടதான விஷயங்கள், അനുഭവിക്കരുതെന്ന് പറഞ്ഞ വിഷയം, അനുഭവിക്ക കൂടാതെന്ന് சொல்கிறதான விஷயங்கள், ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തിയാൽ നമ്മുടെ കരകളിൽ അത് വെളിപ്പെടാൻ പോകുകയാണ്. இந்த பகல் வேளை கர்த்தருடைய வல்லமையினால் அது வெளிப்பட போகிறது. ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുകയാണ്. தேவனுடைய கிருபையினால் வெளிப்பட போகிறது. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു വിശാലത വെളിപ്പെടുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതിനായി സ്തോത്രം. தேவன் நமக்காக விசாலத்தை தரும்படியாக கர்த்தருக்கு மனம் உண்டதாக கர்த்தருக்கு நன்றி செலுத்துகிறேன். ഹല്ലേലൂയ. ആമേൻ. അതിന്റെ താഴോട്ട് വായി 2 രാജാക്കന്മാരുടെ പുസ്തകം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ தொடர்ந்து வாசிங்க. 3-ാം വചനത്തിൽ വാസിங்க. പോരാമെന്ന് അവൻ പറഞ്ഞു. ചിലരെ നമ്മൾ വിളിച്ചാൽ അവർ വരത്തില്ല നമ്മുടെ കൂടെ. ചിലവങ്ങളെ കൂപ്പിട്ട് அவங்க வர மாட்டாங்க, വരുന്നില്ലെന്ന് പറയും. வர மாட்டேன்றாங்க. കാരണം നമ്മുടെ സ്വഭാവം കൊണ്ട് അവർ വരികയായിരുന്നു. കാരണം നമ്മുടേதான സ്വഭാവத்தினால அவங்க வர்றதில்லை. സ്തോത്രം. ആമേൻ. ഒരു വെള്ളം പോലും മേടിച്ചു കൊടുക്കുകയില്ല. ഒരു തണ്ണി കൂടെ വാങ്ങി കൊടുക്കാൻ മാട്ടോം. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വലിയ പൈസ ശരിക്കും ഉണ്ട്, കാശ് நிறைய இருக்கு, പക്ഷെ വെള്ളം മേടിച്ചു കൊടുക്കുകയില്ല. ഒരു കഞ്ചൂസ് തണ്ണി കൂടെ ചിരിക്കും. ചിരിപ്പാങ്കോ. സ്തോത്രം. ഹല്ലേലൂയ. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതല്ല കർത്തർ വിരുമ്പുகிறது. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പറയുക. സ്തോത്രം. യജമാനനെ അടിയങ്ങളോട് കൂടെ പോരേണം. യജമാനനെ എങ്ക കൂടെ നീங்க வரணும். പറഞ്ഞു. അവസ്ഥ പറഞ്ഞു. ഞങ്ങളുടെ അവസ്ഥ ഇതാ. அவங்க சொன்னாங்க, அவங்களோட நிலைமை அவங்க சொன்னாங்க. ഞങ്ങൾ ഞെരിഞ്ഞ് ജീവിക്കുന്നവരാ. நாங்க நெருக்கத்துல வாழ்றோம். ഞങ്ങൾക്കൊരു വിശാലത വേണം. எங்களுக்கு ஒரு விசாலம் தேவை. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പോരാൻ കൂടെ ഇവർ ഒരുമിച്ച് 3 പേരും കൂടെ കടന്നുപോയി. ഒരുമിച്ച് அவங்க 3 പേരും சென்றார்கள். ഇവർ ഭവനം പണിക്ക് വേണ്ടി ഒരു വലിയ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ இவங்க வீட்டுக்காக ஒரு பெரிய மரத்தை வெட்டும்போது ഇവരുടെ കയ്യിൽ നിന്ന് കോടാലി വഴുതി വെള്ളത്തിൽ ഒരുവൻ കയ്യിലിരുന്ന് കോടാലിയാണത് കലങ്ങി കിടക്കുന്ന യോർദാൻ, കലങ്ങി കിടക്കുന്നതാണ് യോർദാൻ, കാണാൻ കഴിയാത്ത യോർദാൻ, കാണാൻ മുടിയാതെ இருக்கிறதான യോർദാൻ, അനേകരെ കൊന്ന യോർദാൻ, അനേകരെ കൊன்றதான യോർദാൻ, അനേകരെ തകർത്ത യോർദാൻ, അനേകരെ നിർമൂലമാക്കുന്ന യോർദാൻ, മുമ്പോട്ട് വരാതെ വണ്ണം അവരുടെ വീടുകൾ പണിഞ്ഞ് കേറാതെ വണ്ണം അവരെ രക്ഷ പ്രാപിക്കാതെ വണ്ണം അവരുടെ സഭകൾ ഉയരാതെ വണ്ണം അവരാഗ്രഹിച്ച നിലയിലെത്താതെ വണ്ണം മുക്കിവെച്ചവരുടെ ആയുധത്തെ മുക്കിവെച്ച യോർദാൻ அவர்கள் வளராதபடிக்கு மேலே வராதபடிக்கு அவருடைய ஆசீர்வாதங்களை அவர் பெற்றுக்கொள்ளாதபடிக்கு சகலதையும் முக்கினதான யோர்தான். ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകല് പ്രാർത്ഥിച്ച പലരും ഇന്ന് ഹല്ലേലൂയ ആഗ്രഹിച്ച പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളെ വിട്ട് പിരിഞ്ഞു മാറിയപ്പോൾ പ്രാർത്ഥിച്ചിട്ട് നന്മ കിട്ടാതെ പലരും ഇവിടുന്ന് വിട്ടുമാറിയപ്പോൾ ഹല്ലേലൂയ മറന്നു പോകരുത്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരു വിശാലതയ്ക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ച സമ്പത്ത് നീ എന്നോടൊന്ന് ഏറ്റുപറയുവാൻ തയ്യാറാകുന്നു എങ്കിൽ, നീ എൻ്റെ അരികിലേക്കൊന്ന് വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഞാൻ നിനക്കൊരു വിശാലത തരുവാൻ ശക്തനായ ദൈവമാണ്.
நம்மோடு கூட ஜெபித்தவர்கள் அநேகர் காணாம போகிறபோதுதான் இந்த நேரத்துல உளவாக கர்த்தர் நம்மை நடத்தி கொண்டு வந்து நம்முடையதான ஆசீர்வாதங்களுக்காக கர்த்தர் நம்மை மாற்றி வைத்திருக்கும் போது அந்த கர்த்தரை நீங்கள் ஒருபோதும் கைவிடாமல் அவர் மேல் உறுதியா இருக்கும் போது உனக்கு வேண்டியதான ஆசீர்வாதங்களை தருவதற்கு அவர் சர்வ வல்லமை உள்ளவர். യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവേ മഹത്വം വെളിപ്പെടട്ടെ. സ്തോത്രം. മഹത്വം വെളിപ്പെടട്ടെ. ആമേൻ. മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ചിലർ പറയുന്നു കാൽവേദനയാ, சிலவங்க சொல்றாங்க கால் வேதனை, ശരീരവേദനയാ, உடல் வேதனை, ഒരു വിശാലതയില്ല, ഒരു വിശാലം ഇല്ല, കൈയടിക്കുവാൻ പറ്റുന്നില്ല, കൈ തട്ട മുടിയല, തലവേദനയാ, തലവേദന, ഹല്ലേലൂയ, ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ജപിക്ക മുടിയല, ഹല്ലേലൂയ, എഴുതാൻ കഴിയുന്നില്ല, എഴുത മുടിയല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ജപിക്ക മുടിയല, ബൈബിൾ വായിക്കാൻ ബൈബിൾ കഴിയുന്നില്ല, വാസിക്ക മുടിയല. ഹല്ലേലൂയ. യോർദാൻ ഇതിനെ മറച്ചു വെച്ചിരിക്കുന്നു. യോർദാനാണത് മറച്ചു വെച്ചിരിക്കുന്നത്. യോർദാൻ ഇതിനെ മറച്ചു വെച്ചിരിക്കുന്നു. യോർദാനാണത് മറച്ചു നീ വെച്ചിരിക്കുന്നത്. ജോലി ചെയ്യുന്നയാളാ, നീ വേല ചെയ്യുന്ന ആൾதான். നീ വൻമരങ്ങളെ മുറിക്കുന്ന ആളാ, பெரிய മരങ്ങളെ വെട്ടുகிற നിന്റെ ആൾதான். പ്രാർത്ഥനയിൽ വൻമരങ്ങൾ വീഴും. ഉൻ ജപത്തിലെ പെരിയ മരങ്ങൾ വീഴുகிறது. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയിൽ വൻമരങ്ങൾ വീഴും. ഉൻ ജപത്തിനാലെ പെരിയ മരങ്ങൾ നിന്റെ വീഴുகிறது. ആരാധനയിൽ വൻമരങ്ങൾ വീഴും. ഉൻ ജപത്തിൽ ആരാധനയിൽ പെരിയ മരങ്ങൾ വീഴുகிறது. ദൂതൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ, ദൂതനും കൂടെ இருந்தா ഇന്ന് പകൽക്കാലം ചിലത് വീഴാൻ പോകുകയാണ്, ചിലതാണ് വീഴ പോകുന്നത്, ചിലത് മുറിഞ്ഞ് വീഴാൻ പോകുകയാണ്. വഴക്കപ്പെട്ട് വീഴ പോകുന്നത്. യേശുവിന്റെ ശക്തി ഇറങ്ങുകയാണ്. യേശുവിൻ വല്ലമ ഇറങ്ങുന്നത്. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ വല്ലമ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. 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 മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ அவர்கள் வெட்டிக்கொண்டிருக்கும் போது കോടാലി വഴുതി വെള്ളത്തിൽ വീണു. கோடாரியான தண்ணீருக்குள்ள வீழ்ந்தது. ഹല്ലേലൂയ. എവിടെ വീണെന്ന് അറിയാൻ വയ്യ, எங்க விழுந்ததுன்னு தெரியல, കാണാൻ പറ്റുന്നില്ല. பார்க்க முடியல. ഹല്ലേലൂയ. പ്രവാചകൻ ചോദിച്ചു, എവിടാ വീണത്? தீர்க்கதரிசி கேக்குற எங்க விழுந்தது, എവിടാ വീണതെന്ന് ചോദിച്ചു. எங்க விழுந்தது என்று கேட்கிறார்கள். സ്ഥലം കാണിച്ചു കൊടുത്തു. இடத்தை കാണിപ്പിத்தார்கள். ഹല്ലേലൂയ. വൃക്ഷത്തിന്റെ ചില്ലകൾ വെട്ടിയെറിഞ്ഞപ്പോൾ, ஒரு மரக்களையை வெட்டி அது மேல ഹല്ലേലൂയ, സ്തോത്രം, ഇരുമ്പ് പൊങ്ങി വന്നു. பார்க்கும்போது மரக்களை வெட்டி போட்ட போது அந்த இரும்பானது மேல, கோடாரியானது மேல வந்தது, ഹല്ലേലൂയ. மிதக்கினது. ആ കൈ കൊണ്ട് എടുത്തുകൊള്ളുവാൻ പറഞ്ഞു. அந்த கைகளால் எடுத்துக்கொள்ளும்படியா சொன்னார்கள். ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് ഇന്ന് കൈ കൊണ്ട് എടുക്കണം. ஓ, നഷ്ടമാனதை பெற்றுக்கொள்ளும்படியா. മോശേ, നിന്റെ കയ്യിലിരിക്കുന്ന വടി എന്ത്? അധികാരത്തിന്റെ വടിയാ. மோசேயும் கையில் இருக்கிறதான கோல் எது? அதிகாரத்தின் கோல். അത് പാറയടിച്ചപ്പോ പാറയിൽ നിന്ന് വെള്ളം വീണതാ. பாறையின் மேல் அடித்த போது பாறையிலிருந்து தண்ணீர் வந்தது. നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയം നടത്തിച്ചതാ. நடக்காதது என்று சொல்கிறதான விஷயத்தின் மேல் ചെങ്കടലിനെ நடக்க செய்தது. രണ്ടായി വിഭജിച്ചതാ. செங்கடலை இரண்டாக பிளந்தது. ഓ ശബരഗസിയാരാ ഗിദെയോൻ തീ കണ്ടതാ. கிதியோன் நெருப்பை பார்த்தான். ഹല്ലേലൂയ. ദൂതന്റെ കയ്യിലെ വടിയുടെ ആ തീ ഗിദെയോൻ കണ്ടതാ. தூதன் கையில் இருக்கிறதான கோலின் நெருப்பை கிதியோன் பார்த்தான். നിന്റെ കൈ കൊണ്ടെടുക്കണം. உன் கையால் எடுக்க வேண்டும். നിന്റെ മനസ്സിന്റെ കൈ കൊണ്ടെടുക്കണം. മനസ്സിൻ കൈകളാൽ എടുக்க வேண்டும். അതിന്ന് പകൽക്കാലം ഒന്ന് നീട്ടാൻ തയ്യാറാകണം. കൈകളെ നീട്ടുമ്പോൾ ഓരവശിയ പ്രാർത്ഥനയുടെ വിഷയം ഒന്ന് നീട്ടാൻ തയ്യാറാകണം. ജപത്തിൻ വിഷയങ്ങളെ നീട്ടുമ്പോൾ ചെങ്കടൽ ഒരു വിഷയമല്ല, ചെങ്കടൽ പെരിയ യോർദാൻ ഒരു വിഷയമല്ല, യോർദാൻ പെരിയ വിഷയമല്ല, പാറ ഒരു വിഷയമല്ല. ഇതെല്ലാം ഒരു പെരിയ വിഷയമല്ല. നീ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ഒരു വിശാലത തരുവാൻ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ കുറിച്ച് വിരുമ്പുகிறதான இடங்களிலே கர்த்தர் விசாலத்தை தரும்படியாக கர்த்தர் சர்வ வல்லமை உள்ளவர். ആ ദൈവം ഇന്ന് പകൽക്കാലം നമുക്കൊരു വിശാലത തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. அந்த கர்த்தர் நமக்கு விசாலத்தை தரும்படியாக அவர் விரும்புகிறார். എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ വിരുമ്പുறீங்க? കർത്താവേ, ആ വിശാലത എന്റെ ഭവനത്തിൽ, அந்த விசாலம் எனக்கு தேவைப்பா. ആ വിശാലത എന്റെ കുടുംബത്തിൽ വരട്ടെ. அந்த விசாலம் என் வீட்டுக்கு தரட்டும். ആ വിശാലത എന്റെ കുഞ്ഞുങ്ങളിൽ വരട്ടെ. அந்த விசாலம் என் பிள்ளைகளுக்கு வரட்டும். ആ വിശാലത എന്റെ സഭയ്ക്ക് ഭാഗത്ത് വരട്ടെ. அந்த விசாலமானது என் சபைக்குள்ள வரட்டும். എന്റെ വിശാലത, என் விசாலம், എനിക്ക് ആ വിശാലത വരട്ടെ. எனக்கு அந்த விசாலம் வருவதாக. എന്റെ പാസ്റ്റർക്ക് വരട്ടെ ആ വിശാലത. அந்த விசாலமானது என் பாஸ்டருக்கு வரட்டும். ആ പാസ്റ്ററുടെ കുഞ്ഞുങ്ങൾക്ക് ആ വിശാലത വരട്ടെ. பாஸ்டருடைய பிள்ளைகளுக்கு அந்த விசாலம் வரட்டும். കടന്നു വന്ന ദൈവദാസൻ ആ വിശാലത വരട്ടെ. പ്രധാന ഊഴിയക്കാരുടെ മേൽ அந்த വിസാലം വരട്டும். ഓ ശിഖരമസിയാരംദരാദരാദരാ. ഒരു വിശാലത വരാൻ പോകുകയാ. ഒരു വിശാലത ഇന്ന് പകൽക്കാലം വരാൻ പോകുകയാ. ദൈവത്തെ കൂപ്പിടുവാണെങ്കിൽ, ദൈവത്തെ മാനിക്കുന്നുവെങ്കിൽ, നിന്റെ വഴികൾ ഇന്ന് പകൽക്കാലം തുറക്കാൻ പോകും. വാസലുകളാണ് കർത്തർ തുറക്കുക. ജീസസ്, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ. ഓ, നീ ഭാരപ്പെടുന്ന വിഷയം ഇന്ന് പകൽക്കാലം തുറക്കാൻ പോകുകയാ. ഒരു വിശാലത നിനക്കുണ്ട്. നിന്റെ വിശാലതയെ ബന്ധിച്ച അന്ധകാര വ്യാപാര ശക്തി ഇന്ന് പകൽക്കാലം അഴിയുകയാ. നിന്റെ കുടുംബത്തോട് വ്യാപരിക്കുന്ന ഉടമനഗതിയാര
ഇന്ന് പകൽക്കാലം അവൻ അരിയുകയാ. കുടുംബത്തോട് പോരാടുകിற ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുക. தேவனுடைய பரிசுத்தாவியான ஒரு பெரிய அற்புதங்களை நமக்காக செய்வார். ഹല്ലേലൂയ. വചനം വായിക്കണം, நாம் வசனங்களை வாசிக்க வேண்டும், പ്രാർത്ഥിക്കണം, ஜெபிக்க வேண்டும், ആത്മീയ ബന്ധം പുലർത്തണം, ஆவிக்கேற்ற உறவை நாம் பெற்றுக்கொள்ள வேண்டும். പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കാൻ പോകും. கர்த்தர் நம்மை ஆசீர்வதிப்பார், ഓരോരുത്തരെ അനുഗ്രഹിക്കാൻ പോകും. ஒவ்வொருவரை ஆசீர்வதிப்பார். ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കണ്ണുനീര് ഹല്ലേലൂയ നിലത്ത് ഇന്ന് പകൽക്കാലം വീഴാൻ തയ്യാറാകുന്നെങ്കിൽ ഒരു വിശാലത വരാൻ പോകും. കണ്ണീർ കീഴെ വീഴുന്നാൽ നിശ്ചയമായി കർത്തർ വിശാലത്തെ നമുക്ക് തരുവാർ. എന്നോട് பேசுங்கன்னு ஜெபத்தோடு இருங்க. கர்த்தருடைய ஊழியக்காரை கர்த்தர் வல்லமையாய் பயன்படுத்துவார். ഹല്ലേലൂയ. 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 ആമേൻ. എന്നെ ഒരു കിണർ ദൈവാത്മാവ് എന്നെ കാണിച്ചു. எனக்கு கர்த்தர் ஒரு கிணற்றை காட்டுகிறார். ഒരു പഞ്ചായത്ത് കിണർ, ஒரு பெரிய கிணறு. ആ പഞ്ചായത്ത് കിണർ നിറച്ചും വെള്ളം. அந்த கிணறு முழுவதுமாக தண்ணீர். ഹല്ലേലൂയ. വെള്ളം കോരാൻ സമ്മതിക്കുന്നില്ല. ஆனா தண்ணீரை எடுக்கிறதுக்கு அவங்க அனுமதிக்கிறதில்ல. അത് സഭയുടെ കിണറാ. அது சபையோட கிணறு. ഹല്ലേലൂയ. അതെല്ലാവർക്കും കോരാനുള്ള അധികാരമുണ്ട്. எல்லாருக்கும் அதுல தண்ணீர் எடுக்க முடியும். പക്ഷെ ഒരാൾ പറയുന്നു, ஆனா ஒருத்தர் சொல்லுகிறார், ഹല്ലേലൂയ, ഇത് നിങ്ങൾക്കുള്ളതല്ല, இது உங்களுக்குள்ளதல்ல, ഇത് ഞാൻ എന്റെ അവകാശത്തിൽ, இது என்னுடையது என்று சொல்லி ഞാൻ വിട്ടു തരികയില്ല. நான் தரமாட்டேன்னு சொல்லுகிறார். சவால். എല്ലാവർക്കും ഭയമാ, எல்லாருக்கும் பயம் ഈ വെള്ളം കോരാൻ. இதை எடுக்கிறதற்கு, എടുക്കാൻ എല്ലാവർക്കും ഭയമാ. இந்த தண்ணீர் എടുப்பதற்கு എല്ലാവർക്കും ഭയം. കോരുവാൻ തുടങ്ങുമ്പോൾ இதை எடுக்கும்போது ഹല്ലേലൂയ കൊന്നുകളയുമെന്ന് പറയുന്ന വെല്ലുവിളി, கொன்று விடுவேன் என்று சொல்கிறதான சவால். ഹല്ലേലൂയ ഭയന്ന് നിൽക്കുകയാ. பயந்து நிற்கிறோம். എല്ലാവരും ഭയന്ന് നിൽക്കുകയാ. எல்லாரும் பயந்து நிற்கிறார். എന്നാൽ ഇന്ന് പകൽക്കാലം ஆனால் இந்த பகல் வேளையில் ദൈവാത്മാവ് എന്നോട് പറയുന്നു, ஆவியானவர் சொல்லுகிறார், ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ജപിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, ഒരു മനതോടെ ജപിക്കുമ്പോൾ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, ഒരു മനതോടെ ജപിക്കുമ്പോൾ, ഒരു മനസ്സോടെ നിൽക്കുന്നുവെങ്കിൽ, ഒരു മനതോടെ നാം നിൽப்போம் ഹല്ലേലൂയ, ഒരു മനസ്സോടെ നിൽക്കുന്നുവെങ്കിൽ, നാം ഒരു മനതോടെ നിൽப்போம் ഒരു என்றால் വലിയ വിശാലത കർത്തർ വിശാലത്തെ നീ ഇതുവരെ കണ്ടിട്ടില്ല, നീ പാർക്കാതെ, നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ല, ഇതുവരെ അനുഭവിക്കാതെ ഒരു വലിയ സാന്നിധ്യം, ദൈവീയ അനുഗ്രഹങ്ങൾ, ഒരു പെരിയ ദൈവ ആശീർവാദങ്ങൾ പകൽക്കാലം പുറപ്പെടാൻ പോകുന്നു. അത് വരുகிறது ഉനക്ക് നേരാக. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഹല്ലേലൂയ അത്ഭുതങ്ങളിലേക്ക് നടത്താൻ ആഗ്രഹിക്കുന്നു. ഓ ശാപരാന്തൂരാഗസിയ. ചില ശാപബന്ധനങ്ങൾ അഴിയാൻ പോകുകയാണ്. ചില ശാപം ഇട്ടുകെട്ടിയ കെട്ടുകൾ അഴിയാൻ പോകുകയാണ്. ശാപം പറഞ്ഞു കെട്ടിയത്, വെട്ടം നീ കാണരുതെന്ന് പറഞ്ഞു കെട്ടിയത്, ആരാധനയുടെ വെളിച്ചം നീ കാണരുതെന്ന് പറഞ്ഞു, അഗ്നിയാണത് പെരുവதாக. ദേവനുடைய അഗ്നി ആമേൻ. ഈ കിണറെന്ന് പറഞ്ഞ ചെറിയ കിണറല്ല. இந்த கிணறுன்னு சொல்லுகிற சின்ன கிணறல்ல. കെട്ടിയെടുത്ത് കപ്പിയും കയറും എല്ലാം ഇട്ടിട്ടുണ്ട്. அதுக்கு எல்லா விதமான പുള്ളി, അത് തൊട്ടി, அதுக்கு കയറെല്ലാം இருக்கு. പക്ഷെ കയറിനകത്തൂടെ ഒരാൾ പിടിച്ച് പറയുന്നു, ഈ ഇതിനകത്ത് കോരാൻ പറ്റത്തില്ല. ஆனா அந்த கயிறை பிடிச்சு ஒருத்தர் சொல்றாரு, இதுல இருந்து நீங்க தண்ணி எடுக்க முடியாது. സോദരം, ஆமென். ഇതെന്റെയാ, இது என்னுடையது, ഞാൻ തരത്തില്ല, நான் தரமாட்டேன். ദൈവം എന്നോട് പറഞ്ഞു, ഇത് അനുഗ്രഹത്തിന്റെ കിണറാ. ആവിയാനവർ சொல்றாரு, இது ஆசீர்வாதத்தின் கிணறு. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും കിണറാ. உங்கள் எல்லாருடையும் കണ്ണുനീർ ജപത്തിൻ കിണറ്. നിങ്ങൾ അനുവദിക്കരുത്. ശത്രു തടയ നീங்க അനുവദിക്ക കൂടാതെ, അനുവദിക്കരുത്, நீங்க അനുവദിക്ക കൂടാതെ. ജീവൻ പോയാലും, ജീവൻ പോനാലും, ഹല്ലേലൂയ, മരിക്കേണ്ടി വന്നാലും, മരിക്ക വന്നാലും, ഹല്ലേലൂയ, ആയുസ്സറ്റ് പോയാലും, ഉയിരേ പോനാലും, ഈ കിണർ ദൈവം ഞങ്ങൾക്ക് തന്ന കിണറാ. இந்த കിണറ് കർത്തർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നത്. വിട്ടു തരികയില്ല, വിട്ടു തരമാട്ടോ. ഓ റീബോലോബോ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ, വീരപ്രവർത്തികൾ എന്ന പകൽക്കാലം വെളിപ്പെടും. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, യേശുവിൻ മഹിമ അത്ഭുതങ്ങൾ വെളിപ്പെടുവதாக. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ
ദുഷ്ടശക്തികൾ പുറത്തു മാറുന്നതായിട്ട് ദൈവാത്മാവിനെ ஜெபிக்கிறதான நேரத்தில் சில அந்தகார வல்லமைகள் விட்டு விலகி போகிறதை காண்கிறேன். ഹല്ലേലൂയ. ஆமென். ഒരു വിശാലത നമുക്കുണ്ട്. கர்த்தர் விசாலத்தை தருகிறார். ആ വിശാലതയ്ക്ക് വേണ്ടി നമുക്ക് அந்த விசாலத்திற்காக ஜெபிங்க. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ஒரு நிமிஷம் கண்ணுங்களை നമ്മളെ அடைத்து കേൾപ്പിച്ച വചനപ്രകാരം നമുക്ക് கேட்ட வசனத்தினால ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ஒருமித்து ஜெபம் ഒരു செய்வோம். വലിയ വിശാലത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് கர்த்தரே വരട്ടെ. விசாலத்தை தாங்கப்பா. ഒരു വലിയ വിശാലത നമ്മുടെ സഭയിൽ ஒரு பெரிய വരട്ടെ. விசாலத்தை தாங்க ஆண்டவரே. അതിൽ നമ്മൾ യാത്ര ചെയ്യുമെങ്കിൽ വരട്ടെ. எங்கள் பிரயாணங்களுக்காக നമ്മൾ ஆசீர்வாதம் ചെല്ലുന്ന உண்டாகட்டும். രാജ്യത്തിന്റെ നന്മകൾ അനുഭവിക്കട്ടെ. பல வெளிநாடுகளில் നമ്മുടെ കുഞ്ഞുങ്ങൾ ஆசீர்வாதங்கள் വർദ്ധിച്ചു பெற்றுக்கொள்ளட்டும். വരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ വർദ്ധിച്ചു വരട്ടെ. எங்கள் பிள்ளைகளுடைய അവർ அறிவை பெருகச் വിശാലതയിലേക്ക് செய்யுங்க. വരട്ടെ. அவர்கள் விசாலத்துக்குள்ள അവർ பெருகட்டும். തേജസാൽ മിന്നട്ടെ. மகிமையினால் ഓ பெருகுவார்கள். ദീപലംബരാധര ഘടകസിയാരംബനാധരാധര ഹല്ലേലൂയ, സ്തോത്രം. ദീപൽപ്രവച ഘടകസിയാരംബനാധര കൽക്കനാധര ഘടകസിയ ഓ ദീപ